തുടരെ സിനിമകളുമായി കരിയറിൽ സജീവമാണ് നടി മഞ്ജു വാര്യർ. മലയാളത്തെക്കാൾ തമിഴിലാണ് നടിക്ക് ഇന്ന് കൂടുതൽ സജീവം. സൂപ്പർ താര പദവിയിലുള്ള മഞ്ജുവിന് കരിയറിൽ എപ്പോഴും ആരാധകരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. വർഷങ്ങളുടെ ഇടവേള അവസാനിപ്പിച്ച് മഞ്ജു തിരിച്ചു വന്നപ്പോൾ ആരാധകർ ആഘോഷമാക്കി. പ്രേക്ഷകരോടെ തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി എന്ന് മഞ്ജു സ്വയം കരുതിയിരുന്നത് തിരിച്ചുവരവിൽ ഈ ആശങ്ക മഞ്ജുവിനുണ്ടായിരുന്നു. എന്നാൽ പ്രിയ നടിക്ക് വലിയ വരവേൽപ്പ് തിരിച്ചുവരവിൽ ലഭിച്ചത്. നടൻ ദിലീപുമായുള്ള വിവാഹശേഷമാണ് മഞ്ജു അഭിനയം രംഗം വിട്ടത്. സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും വിഷമിപ്പിച്ച തീരുമാനമാണ് മഞ്ജു വാര്യരുടേത്. അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണെന്ന് നടി തീരുമാനിക്കുന്നത് കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്താണ്. മഞ്ജുവിനെ പ്രധാന കഥാപാത്രമാക്കി ഫിലിം മേക്കർ സിനിമകളുമായി മുന്നോട്ട് വരുന്ന ഘട്ടം. ഒരുപക്ഷെ അന്ന് കരിയറിൽ തുടർന്നിരുന്നെങ്കിൽ ഒട്ടേറെ അവിസ്മരണീയമായ കഥാപാത്രങ്ങൾ മഞ്ജുവിന് ലഭിച്ചേനെ. മഞ്ജു ദിലീപ് വിവാഹത്തെക്കുറിച്ച് നടി ലീല പണിക്കർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ഒരു വാക്ക് ആ കുട്ടി പറഞ്ഞ് അതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കിയോ? ഇല്ല, മാനം മര്യാദയോടെ വന്നു. ദിലീപിനെ വിവാഹം ചെയ്യുന്ന കാര്യം സൂര്യകൃഷ്ണമൂർത്തിയാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. അയ്യോ, ഭയങ്കര ആർട്ടിസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അഭിനയിക്കില്ലെന്ന് കേട്ടപ്പോൾ അത് കഷ്ടമായി പോയി. എത്ര ദിവസം ആ കുട്ടിക്ക് ഇരിക്കാൻ പറ്റും? അഭിനയിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് കഴിവുള്ളയാളാണ് ആ കുട്ടിയെന്ന് സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മഞ്ജുവിനെ കൂടെ ഒരു റോൾ അഭിനയിക്കണമെന്നും ഞാനും പറഞ്ഞു. ലീല പണിക്കരുടെ വാക്കുകൾ ഇങ്ങനെ. മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനൽ സംസാരിക്കുന്നതായിരുന്നു നടി. മിസ്റ്റർ എക്സ് ആണ് മഞ്ജുവിനെ അടുത്ത റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമ. ആര്യ, ഗൗതം കാർത്തിക്, ശരത് കുമാർ എന്നിവരാണ് മിസ്റ്റർ എക്സിൽ മഞ്ജുവിനൊപ്പം പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. ചിത്രത്തിലെ റിലീസിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. എമ്പുരാന് ശേഷം മഞ്ജുവിനെ പുതിയ മലയാളം പ്രൊജക്റ്റുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എമ്പുരാൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് മലയാളത്തിൽ തുടരെ പരാജയങ്ങളായിരുന്നു മഞ്ജുവിന്. ഇക്കാരണത്താൽ സിനിമകളിൽ തിരഞ്ഞെടുക്കുന്നതിൽ മഞ്ജു വാര്യർ ശ്രദ്ധാലുവാണ് ഇപ്പോൾ. സമ്മർ ഇൻ ബദൽഹാം, ആറാം തമ്പുരാൻ, പത്രം, കണ്ണെഴുതിപ്പൂ തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിൽ തരംഗം സൃഷ്ടിച്ച പഴയ മഞ്ജുവിനെയാണ് ആരാധകർക്ക് ഇപ്പോഴും ഇഷ്ടം. തിരിച്ചുവരവിൽ ഇത്തരം സിനിമകൾ വിരളമായ നടിക്ക് ലഭിച്ചിട്ടുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ലഭിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.